അപ്പോൾ നമുക്ക് തെമിസ് മെഡിക്കെയറിൻ്റെ ഒരു ചാർട്ട് അനാലിസിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെയാണോ ഇത് പ്രൊനൗൺസ് ചെയ്തെന്ന് അറിയത്തില്ല. പിന്നെ ചിലതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് കിട്ടത്തില്ല. ഞാൻ എംകോം ക്രാഷ് കോഴ്സ് സ്ക്രാച്ചാൻ വേണ്ടി എടുത്തതെന്ന് ആരും കരുതല്ല. ജസ്റ്റ് ചിലത് വായിക്കുന്നതിനുള്ളൊരതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. തമാശയല്ല ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ചാർട്ട് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമെന്ന്. ഇവിടെ 2015 ഡിസംബർ മുതലുള്ളൊരു ചാർട്ട് അനാലിസിസ് ആണ്, അല്ല ചാർട്ടാണ് ജസ്റ്റ് ഫോം ആയേക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്കറിയാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് 2 എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഏരിയ വാങ്ങിച്ചവർക്കൊന്നും ഒരു വലിയൊരു പ്രോഫിറ്റ് ആ രീതിയിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ഡൗണിൽ ഇവിടുന്ന് മേടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഏരിയ വരെ നമുക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കും. അപ്പം അതെല്ലാം പോട്ടെ. കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഇത് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഈ ഒരു ചാർട്ട് അത്രയും നാൾ തന്നേക്കുന്നത്. ഒരു സൈഡിലോട്ടാണ് ഈ ഒരു പോയേക്കുന്നത്. അല്ലാതെ അപ് ട്രെൻഡ് അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇപ്പം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത് ഇതാണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു 2000 നമുക്ക് നോക്കുമ്പോൾ അറിയാം, താഴോട്ട് നോക്കിയാൽ മതി. 2021 റേഞ്ചിലാണ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നേക്കുന്നത്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു റീടെസ്റ്റ് ഉണ്ട്, നമുക്കിത് കാണാം. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നു, വളരെ ചെറിയൊരു സൈഡ് വേസ് പോലെ വന്നിട്ട്, വളരെ ചെറുതെന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമാണ്. ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 ദിവസമായിരിക്കും. അപ്പം ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സൈഡ് വേസും പോയിട്ട് ഒരു റീടെസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു മുകളിലോട്ടൊരു പോക്ക് വന്നിട്ടുണ്ട്. എറൗണ്ട് ഒരു 250% ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നോക്കാം പ്രൈസ് വെച്ച് തന്നെ. 250 അല്ല, ഒരു 300% തന്നെയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ക്ലിയറായിട്ട് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ നേരത്ത് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പം ഈ ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്തൊക്കെ എൻട്രി എടുത്തിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ഉറപ്പായിട്ടും അത് കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ മൈൻഡുള്ളവർക്ക് ആ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് അവർക്കത് കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും. അപ്പം ഇതാണ് ഞാനിപ്പോഴും പറയുന്നത്, നിങ്ങളെപ്പോഴും ഒരു സ്ക്രീനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിയിട്ട് നിൽക്കാതെ, എന്നുവെച്ചാൽ ഒരു പെട്ടെന്നൊരു എൻട്രിക്ക് നോക്കാതെ ജസ്റ്റ് ചാർട്ടൊക്കെ ഒന്ന് വരച്ചിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടക്കാൻ സാധ്യതയുള്ള ചാർട്ടുകളൊക്കെ എപ്പോഴും നിങ്ങൾ വാച്ചിലിസ്റ്റിലാണ് ട്രേഡിംഗ് വ്യൂവിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിനകത്തോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ബുക്കിനാണെങ്കിൽ നിങ്ങൾക്ക് കുറിച്ചിടാം. ജസ്റ്റ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ബുക്കിനകത്ത് എവിടെയൊക്കെ നമുക്ക് കുറിച്ചിടാമല്ലോ. അപ്പോൾ കൃത്യം ഒരു എൻട്രി ഇപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്താണെങ്കിലും ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു 300% അടുത്ത് നമുക്കത് കിട്ടിയേനെ. അപ്പോൾ വേറൊരു എൻട്രി ഉണ്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചവരൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊരു സപ്പോർട്ടിലേക്ക് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാം ചാർട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കാൻ നേരത്ത് ഇവിടുന്ന് നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ ഒരു ചാനൽ പോലെ ക്ലിയറായിട്ട് പോയേക്കുന്നതാണ്ടോ. സപ്പോർട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുക്കുന്നു, റെസിസ്റ്റൻസ് പോകുന്നു, പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ്. അപ്പം നമുക്കിത് കാണാം. ഇവിടെ നമ്മളൊന്ന് സൂം ചെയ്ത് നമ്മളെപ്പോഴും ഒരു ചാർട്ടിനകത്ത് നമ്മൾ പല ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്കുള്ള ബെനിഫിറ്റ് ഇത് കണ്ടോ. ഞാൻ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇട്ടിരുന്നൊരു പോസ്റ്റാണിത്. കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ജസ്റ്റ് വരച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. കാരണം നമ്മൾ കോൾസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങളെക്കൊണ്ട് തന്നെ ട്രേഡ് ചെയ്യിപ്പിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങളുടെ അല്ലാതെ ഇന്നൊരു പ്രൈസ് വാങ്ങിക്കി വിൽക്കുക, ഞാനത് പല വീഡിയോയിലും പറയുന്നതാണ്. ആവർത്തന വിരസതയായിരിക്കാം, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഒരു വോളിയം ഉണ്ട്, നല്ലൊരു ക്യാൻഡിലുണ്ട്. പിന്നെയുള്ള മൂവ്മെൻറ്റ് നടക്കാൻ ചാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് ഡൗൺ ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു മുകളിലോട്ടുള്ളൊരു പോക്ക് തന്നെയാണ് ചാൻസ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. പക്ഷേ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഈ ഒരു ചാനലിൽ സസ്റ്റെയിൻ ചെയ്യണം. ഈ കാണുന്ന ഈ ഒരു ചാനലിനകത്ത് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ, അതായത് എപ്പോഴും പറഞ്ഞ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ള കാര്യം പറയുന്നത്, താഴെ പോയാൽ പിന്നെ ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. പിന്നെ ഈ ചാർട്ടൊക്കെ നമ്മൾ ജസ്റ്റ് മാറ്റി വരയ്ക്കേണ്ടി വരും. കാരണം പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വരച്ചിട്ട് അതിന് ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നെന്ന് പറഞ്ഞില്ലായിരുന്നു തൊട്ട് മുമ്പ്, ഞാനത് കാണിച്ചായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് നമ്മൾ പിന്നെ ആ ഒരു ചാനൽ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ആക്ഷൻ കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പിന്നെ ആകെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഒരു ബ്രേക്ക് നടന്ന് താഴോട്ട് വന്നാൽ, ഒരു ബ്രേക്ക് ഡൗൺ എന്നുള്ള രീതി വന്നാൽ പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തേക്കാന്നല്ലാതെ പിന്നെ ഈ ഒരു മുകളിലോട്ടുള്ള പോക്ക് വലിയൊരു പ്രാധാന്യം അതിന് നിലവിലില്ല. എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അലേർട്ടായിട്ടിരിക്കുക. ആ ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നല്ലൊരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാനുള്ള ഒരു അവസരമാണ് അത് ആ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇപ്പം മിക്കവാറും ചിലപ്പോൾ അത് താഴോട്ട് ഇങ്ങനെ വന്നേക്കാം. ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഒരു തിരിച്ചൊരു കയറ്റം ഉണ്ടായേക്കാം.
അപ്പം അതെന്താ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം 100% അറിയണമെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ വിചാരിക്കരുത് ഇവനെന്ത് ഈ പറയുന്നത് വെയിറ്റ് ചെയ്ത് കാണാൻ, അങ്ങനല്ല. കാര്യം ആർക്കും 100% പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ഫോർകാസ്റ്റിങ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യാം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അതിന് കാരണം ഇപ്പോഴും ഓർക്കും, നമ്മൾ വരച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്നാളിരുന്ന് വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു അക്ഷയ് വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാനിരുന്ന് വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ട്രേഡർ ഇരുന്ന് വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ബിബിൻ ഇരുന്ന് വരയ്ക്കുന്നു, അതിലൊന്നും ഒരു മാറ്ററും അല്ല ഷെയർ മാർക്കറ്റിന്. ആര് വരയ്ക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, മാർക്കറ്റ് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം ഈ ഒരു മൂവ്മെൻ്റ് എല്ലാം നിങ്ങൾ നോക്കുക. പിന്നെ താഴേന്ന് വാങ്ങിച്ചവരുടെ കാര്യം, താഴേന്ന് വാങ്ങിച്ചൊരിപ്പോൾ പേടിച്ച് വിൽക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു ലൈൻ നമ്മൾ പറഞ്ഞല്ലോ, ഈ മുകളിലോട്ട് ഇങ്ങനെ ഒരു പോക്ക് തന്നെ വരാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പം കുഴപ്പമില്ലാത്തൊരു ട്രെൻഡും ഉണ്ട് അവിടെ. അപ്പം ചിലപ്പോൾ ഒരു സൈഡിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് ചിലപ്പോൾ അത് പിന്നെ ആയിരിക്കും ഒരു റെസിസ്റ്റൻസ് പോലെ ഇങ്ങനെ ഒന്ന് വന്നിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്കൊരു അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. അപ്പം താഴേന്ന് വാങ്ങിച്ചൊരു പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലൈൻ, ഈ കാണുന്ന ഈ ഒരു ലൈൻ ബ്രേക്ക് ആകുമെന്ന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനത് ചെറുതാക്കി ഒന്ന് ഫ്രണ്ടിലോട്ട് വെക്കാം. അതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ മടിക്കാതെ എടുക്കുക. പിന്നെ എപ്പോഴും ഏതൊരു മാർക്കറ്റ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ബുൾ മാർക്കറ്റാണോ ഏത് മാർക്കറ്റാണോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ കയറുക.